ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മീൻ പീരയുടെ റെസിപ്പി വീഡിയോ നോക്കാം. ചെറിയ മീൻ ഏതായിരുന്നാലും നമുക്ക് ഈ മീൻ പീര ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. ഞാനിവിടെ മത്തി മീനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി അരിഞ്ഞതും ഒരു തക്കാളിയും 2-3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും ആവശ്യത്തിന് കുടംപുളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് മീനിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ എരിവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മുടെ കയ്യിൽ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അതും ഒരല്പം ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് അല്പം മുരിങ്ങക്കയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീൻ പീരയ്ക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങ എടുക്കുക. അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുക. കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഇനി ഒരല്പം ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. പൊടിയുണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുഴുവൻ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തതിന് ശേഷം അതുകൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് അരയരുത്, തോരൻ്റെ പരുവത്തിലായിരിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഉലുവ ചേർക്കുമ്പോൾ കൂടരുത്, കുറച്ചേ ചേർക്കാവൂ, ഇല്ലെങ്കിൽ കയ്പ്പ് രസം ഉണ്ടായിരിക്കും. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ കൈകൊണ്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി മീൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്ലെയിമൊക്കെ ഒന്ന് ഓൺ ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിം ആക്കണം. അല്പനേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. 2-3 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം, മീൻ അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. ഇപ്പോൾ മീൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മീൻ പീര റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.